നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേത്രവിശേഷങ്ങൾ. മംഗളദേവി ക്ഷേത്രവും ചരിത്രപ്രസിദ്ധമായ ചിത്ര പൗർണമി ഉത്സവം. വെട്ടിത്തിളങ്ങുന്ന ആകാശം മുട്ടി നിൽക്കുന്ന മലയുടെ മുകളിൽ വെട്ടിത്തിളങ്ങുന്ന ദേവിയുടെ ചൈതന്യവുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കുമളി പട്ടണത്തിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിൽ 13 കിലോമീറ്റർ അകലെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗളദേവി ക്ഷേത്രത്തിലേക്ക് സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങളും വനസംരക്ഷണം എല്ലാം ഒരുക്കിക്കൊണ്ട് കേരള തമിഴ്നാട് സർക്കാരുകൾ ജില്ലാ കളക്ടർമാരുടെ കീഴിൽ റവന്യൂ, പോലീസ്, ആരോഗ്യ വകുപ്പ്, തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും വേണ്ടപ്പെട്ട അധികാരികൾ ഏകോപിച്ചുള്ള നിയന്ത്രണവും സംരക്ഷണവും ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ദേവീക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത്. കുമിളിക്കും മംഗളാദേവി ക്ഷേത്രത്തിനും ഇടയിൽ ഓടുന്ന 750ഓളം വരുന്ന ടാക്സി ജീപ്പുകൾക്ക് മാത്രമാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും ഇറക്കുന്നതിനും അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ പ്രാവശ്യത്തെ ചിത്രപൗർണമി ഉത്സവം ദർശിക്കാൻ കേരള സർക്കാർ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും KSRTC വഴി തീർത്ഥാടന സൗകര്യങ്ങൾ ഒരുക്കിയത് മൂലം നിരവധി ഭക്തജനങ്ങളാണ് ഇന്നേ ദിവസം ഇവിടെ എത്തിയത്. അതുമൂലം നിയന്ത്രണ രീതികൾ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയത് മൂലം നിരവധി ഭക്തജനങ്ങളാണ് കാൽനടയായിട്ട് ദർശനം നടത്തിയത്. ഫോറസ്റ്റ് ഏരിയ തുടക്കം കുറിക്കുവാണ്. ഫോറസ്റ്റ് ഏരിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ പാസ് ഇന്നൊരു ദിവസത്തേക്ക് വെഹിക്കിൾക്കിന് കൊടുത്തേക്കണ പാസ്സാണ്. ഇത് കാണിച്ചിട്ട് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. മംഗളാദേവി ക്ഷേത്രം അല്പം ചരിത്രം. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അവകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിർത്തിയിലുള്ളതും കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കവിഷയം നിലനിൽക്കുന്നതുമായ ചരിത്രപ്രസിദ്ധമായ ചൈതന്യം പ്രകാശിതമാകുന്ന ഈ ഭദ്രകാളി ക്ഷേത്രം കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാചീനവും പ്രാധാന്യവും ഉൾക്കൊള്ളുന്നതാണെന്നാണ് ചരിത്രം. തമിഴ്നാട് നിവാസികളുടെ ആരാധനമൂർത്തിയായ കണ്ണികை ദേവിയും കുടികൊള്ളുന്ന സ്ഥലമാണെന്നാണ് തമിഴ്നാടിന്റെ വിശ്വാസം. തമിഴ്നാട് ആരാധന അനുസരിച്ചാണ് ചിത്ര പൗർണമി ഉത്സവം നടക്കുന്നത്. അങ്ങനെ 2ാം നൂറ്റാണ്ടിൽ ദ്രാവിഡ വാസ്തുവിദ്യ പ്രകാരം പണി തീർത്തിട്ടുള്ളതും ചേരൻ ചെങ്കുട്ടുരാമൻ രാജവംശം നിർമ്മിച്ചതുമാണ് എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ചിത്ര പൗർണമി ഉത്സവം തമിഴ്നാട് വംശത്തിൽപ്പെട്ട ഹിന്ദു സമുദായക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ദർശനം നടത്തുന്നതും പൂജകളും ചെയ്യാറുള്ളത്. 2ാം നൂറ്റാണ്ടിൽ ദ്രാവിഡ വാസ്തുവിദ്യ പ്രകാരം പണി തീർത്തിട്ടുള്ളതും ചേരൻ ചെങ്കുട്ടുരാമൻ രാജവംശത്തിൽ നിർമ്മിച്ചതുമാണ് എന്നതാണ് ഇതിന്റെ ഐതിഹ്യം സാക്ഷ്യപ്പെടുത്തുന്നതും. തമിഴ്നാട് ആരാധന ക്രമീകരണങ്ങൾ ഉത്സവമായി നടക്കുന്നത് ഇവിടെ. അതുകൊണ്ട് അവർ 1980 മുതൽ ഈ ക്ഷേത്രത്തിന്റെ അവകാശവാദങ്ങൾ ഉന്നയിച്ചു വരുന്നു. എന്നാൽ ഇപ്പോൾ 2 സംസ്ഥാനങ്ങളും ഒരുമിച്ചാണ് ഇവിടുത്തെ ഉത്സവ ആഘോഷങ്ങൾ നടത്തി വരാറുള്ളത്. അങ്ങനെ തമിഴ്നാട്ടിലെ ചിലപ്പതികാരത്തിലെ വീരനായിക ആയ പാണ്ഡ്യരാജാവിനോട് പ്രതികാരം ചെയ്ത് മധുര ചുട്ടരിച്ച് മുലമുറിച്ച് അലറി കണ്ണകി ചേര രാജവംശത്തിന്റെ കീഴിലുള്ള കുമിളിക്ക് സമീപം ഏറ്റവും ഉയരം കൂടിയ മലമുകളിൽ വസിച്ചു എന്നാണ് ഐതിഹ്യം. അങ്ങനെ ഇപ്പോഴും ഈ ക്ഷേത്രവുമായി തർക്ക വിഷയം നിലനിൽക്കുന്നതിനാൽ തേനി, ഇടുക്കി ജില്ലാ കളക്ടർമാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്രോത്സവം. അങ്ങനെ 2ാം നൂറ്റാണ്ടിൽ ദ്രാവിഡ വാസ്തുവിദ്യ പ്രകാരം പണി തീർത്തിട്ടുള്ളതും ചേരൻ ചെങ്കുട്ടുവൻ രാജവംശം നിർമ്മിച്ചതുമാണോ എന്നാണ് ചരിത്ര സാക്ഷ്യം. അത്യാധിപൂർവമായ ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ തേക്കടി, പെരിയാർ, കടുവ സംരക്ഷണത്തിനുള്ളിൽ അതീവ ജാഗ്രതയോടെയാണ് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഭക്തജനങ്ങളെ ദർശനത്തിന് അനുവദിക്കുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണവും പാരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും വനപരിപാലനവും ശക്തമായി നിയന്ത്രിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇതിന്റെ ഉത്സവത്തിന് ഭക്തജനങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ കാൽനടയായും ദൂരദേശങ്ങളിൽ നിന്ന് എത്തിയ ഭക്തജനങ്ങൾ ദേവിയെ ദർശിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് വിശക്കുന്നതിന് ഒരു ബിസ്ക്കറ്റ് വരെ കിട്ടാത്തതും മലയാളികളായ ഭക്തജനങ്ങളെ ആശങ്കരാക്കുകയും. ഈ വർഷത്തെ മംഗളദേവി ക്ഷേത്രം ഉത്സവം സമാപനമായിക്കൊണ്ടിരിക്കുകയാണ്. ദർശനമൊക്കെ ഭംഗിയായി നടന്നു കിട്ടി. ക്ഷേത്രം തമിഴ്നാടും മലയാളി കേരളവും ഒരുപോലെ അവകാശപ്പെടുന്ന ഈ ക്ഷേത്രം
രണ്ട് സർക്കാരുമായി ഒരുമിച്ചാണ് അവിടെ പൂജ നടത്തുന്നത്. പ്രത്യേക ക്ഷേത്രം, മലയാളികൾക്ക് പ്രത്യേക ക്ഷേത്രം, തമിഴ് സഹോദരന്മാർക്ക് പ്രത്യേക ക്ഷേത്രം, എല്ലാം സുഖമായ ദർശനമാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ച് ഇത്രയും ദൂരം കാൽനടയായിട്ട് വണ്ടി സൗകര്യം ഉണ്ടായാലും അതൊന്നും സമയാസമയത്ത് കൃത്യമായി കിട്ടാനും വരാനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട ഒരു ലഘുഭക്ഷണം വരെ കിട്ടാൻ നിർവാഹമില്ലാത്ത ഒരു രീതിയായിരുന്നു. തമിഴ്നാട് അവരുടെ ഭക്തർക്ക് വേണ്ട ഭക്ഷണം അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് അത്ര ഭക്ഷ്യയോഗ്യമല്ല. അതുകൊണ്ട് ഭൂരിഭാഗം ഭക്തരും വളരെ തളർന്ന് വിശന്ന് വളരെ ക്ഷീണിതരായാണ് കാൽനടയായിട്ട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചേട്ടാ നമ്മുടെ ദർശനത്തെ പറ്റി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മോശമായ രീതിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എന്താ വെച്ചാൽ ഒരു വണ്ടി യാത്ര പോലും സുഖമായ രീതിയിൽ നടത്തുന്നില്ല. ഭക്ഷണമാണെങ്കിൽ വെറും പച്ചവെള്ളം മാത്രമാണ് അവർ കുടിവെള്ളം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. അത് വളരെ അപൂർവമാണ് കിട്ടുന്നത്. നേരം വെളുത്ത ഒരു 5:30-6 മണിക്ക് തുടങ്ങുന്ന പരിപാടി വൈകിട്ട് 6 മണി വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഇത്രയും നേരം ഈ ഭക്തജനങ്ങൾ വെറും വെള്ളം 2 മണിക്കും 3 മണിക്കും വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഭക്തജനങ്ങൾ. തീർച്ചയായിട്ടും അത് വളരെ മോശമായ ഒരു പ്രവണതയായിട്ടാണ് കാണുന്നത്. അടുത്ത വർഷമെങ്കിലും ഇതിനൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെരിയാർ വന്യജീവി സംരക്ഷണ മേഖല, പാരിസ്ഥിതിക നിയന്ത്രണം ഇവ എല്ലാം കണക്കിലെടുത്ത് നമ്മുടെ വനം വകുപ്പും സർക്കാരും കച്ചവടക്കാർക്കൊന്നും പെർമിഷൻ കൊടുത്തില്ല. എന്നാൽ ദേവി ചൈതന്യം കണ്ട വിശ്വാസത്തിലും കാനനപാതയിലൂടെയുള്ള ഘോര വനങ്ങളുടെ സുഗന്ധവും കാറ്റും ഭക്തജനങ്ങളെ ക്ഷീണിതര ആക്കാതെ ഈ വർഷത്തെ മംഗളദേവി ദർശനം സായുജ്യമായ പുണ്യം കിട്ടിയതിലാണ് ഭക്തജനങ്ങൾ. മംഗളദേവി ക്ഷേത്രത്തിലേക്കുള്ള വനാന്തരങ്ങളിൽ കൂടെയുള്ള യാത്രകളും ക്ഷേത്ര രീതികളും ദർശനവും അടുത്ത എപ്പിസോഡിൽ നാട്ടുരാജ്യ ന്യൂസ് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കുമിളി മംഗളദേവി ക്ഷേത്ര പാതയിൽ നിന്നും കെ വിജയൻ. ഇത് കരിമരമാണ്, ധാരാളം ഓക്സിജൻ തരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന മരത്തിന്റെ വരുന്ന ചെറിയ ഇല, അതിന്റെ തടി കത്തി വരെ വളഞ്ഞു പോകും. അതിന്റെ തടി കൊണ്ടാന്നാണ് പറയണേ അല്ലേ? അതൊക്കെ ഭയങ്കര